നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കവായി കാലിക്കടപ്പുറം സ്വദേശി ഇ.കെ. നിയാസാണ് കവായിക്കാലിൽ കുളിക്കാനിറങ്ങവേ ഒഴുക്കിൽപ്പെട്ടത്. സംഭവം ബുധനാഴ്ച വൈകുന്നേരം 7 മണിയോടെ. പയ്യന്നൂർ ടൗണിലെ റോഡ് തകർന്ന് ഗതാഗതം താറുമാറായി. ഗതാഗതം പ്രതിസന്ധിയിലായതോടെ സിഗ്നൽ സംവിധാനവും നഗരസഭ തത്കാലത്തേക്ക് നിർത്തിവച്ചു. പഴയങ്ങാടി വയലപ്രയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വയലപ്രയിലെ ഇടക്കേത്ത് വളപ്പിൽ ദാമോദരന്റെ കിണറാണ് ബുധനാഴ്ച പുലർച്ചെ ഇടിഞ്ഞത്. പഴയങ്ങാടി ചെങ്ങലിൽ INTUC പ്രവർത്തകന്റെ ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. ചെങ്ങൽ കൊവ്വപ്പുറത്തെ കുനിമ്മൽ സുഭാഷിന്റെ ഓട്ടോയാണ് നശിപ്പിച്ചത്. സാമൂഹ്യവിരുദ്ധരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും. മാടക്കാൽ ബണ്ട് പുനർനിർമ്മാണം ആരംഭിച്ചു. ഫണ്ട് അനുവദിച്ചിട്ട് കാലങ്ങളായിട്ടും മുടങ്ങിക്കിടന്ന പ്രവൃത്തി നിരന്തര പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പുനരാരംഭിച്ചത്. കരിവള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വളണ്ടിയർമാർക്കൊപ്പം പയ്യന്നൂർ മേഖല കല്ലുകെട്ട് തൊഴിലാളി സംഘം CITU പ്രവർത്തകർ കൈകോർത്തു. പൂക്കാനം ചക്ലിയ കോളനിയിലെ രാഹുൽ രമേശ് എന്ന വിദ്യാർത്ഥിയുടെ വീടിന് ചുമരുകൾ ഉയർന്നു. വൈദ്യുതി സംഘടനകളുടെ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ തല വിശദീകരണ യോഗം പെരുമ്പയിൽ KT പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കവായി കാലിക്കടപ്പുറം സ്വദേശി ഇ.കെ. നിയാസാണ് കവായി കായലിൽ കുളിക്കാനിറങ്ങവേ ഒഴുക്കിൽപ്പെട്ടത്. ബുധനാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനെ തുടർന്ന് മൃതദേഹം കണ്ടെത്തി. കൂട്ടുകാരോടൊപ്പം കവായി കാലിക്കടപ്പുറം കായലിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു നിയാസ്. തയ്യിൽ ഷറഫുദ്ദീന്റെ മകനാണ്. ബുധനാഴ്ച രാവിലെ മുതൽ പെയ്ത മഴ മൂലം കവായി കായലിൽ സാമാന്യം ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രി 7:30 നിയാസിന്റെ മൃതദേഹം കണ്ടെത്തി. പയ്യന്നൂർ ടൗണിലെ റോഡ് തകർന്ന് ഗതാഗതം താറുമാറായി. ഗതാഗതം പ്രതിസന്ധിയിലായതോടെ സിഗ്നൽ സംവിധാനവും നഗരസഭ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. ടൗണിലെ പ്രധാന റോഡ് പൊട്ടിത്തകർന്ന് ചളിക്കുളമായതോടെ ഗതാഗതം പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്. പെരുമ്പ മുതൽ BKM ജംഗ്ഷൻ വരെയുള്ള ഭാഗമാണ് പൂർണ്ണമായും പൊട്ടിത്തകർന്നിരിക്കുന്നത്. വാഹനങ്ങൾക്കും കാൽനടയാത്രികർക്കും ഒരുപോലെ ദുരിതമായി തീർന്നിരിക്കുകയാണ്. റോഡിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യത്തിനു മുന്നിൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും. റോഡ് തകർന്നതിനെ തുടർന്ന് സെൻട്രൽ ബസാറിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം നഗരസഭ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. പൈപ്പ് സ്ഥാപിക്കാനായി റോഡരികെ കുഴിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത്. ഇത് കാരണം റോഡിന്റെ വീതി കുറയുകയും ചെയ്തു. കുഴികൾ രൂപപ്പെട്ടതും വീതി കുറഞ്ഞതും റോഡിന്റെ പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമായി. പെരുമ്പ മുതൽ പഴയ സ്റ്റാൻഡ് വരെ എത്തണമെങ്കിൽ ബസ്സുകൾക്ക് അരമണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്ന സാഹചര്യമാണ്. ഇതുകാരണം പല ബസ്സുകൾക്കും സമയകൃത്യത പാലിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല സ്റ്റാൻഡിൽ കയറാനും കഴിയുന്നില്ല. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ സെൻട്രൽ ബസാറിലെ സിഗ്നൽ സംവിധാനം നഗരസഭ നിർത്തിവെക്കുകയായിരുന്നു. അതിനിടെ ടൗണിലേക്ക് പ്രവേശിക്കാതെ സർവീസ് നടത്താനുള്ള ആലോചനയിലാണ് സ്വകാര്യ ബസ് തൊഴിലാളികളും. റോഡ് ചളിക്കുളമായതോടെ കാൽനടയാത്രികർ ചളിയിൽ കുളിക്കുന്നതും പതിവായി. പഴയങ്ങാടി വയലപ്രയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വയലപ്ര ഇടക്കേത്ത് വളപ്പിൽ ദാമോദരന്റെ വീട്ടിലെ കിണറാണ് താഴ്ന്നത്. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് ഉഗ്രശബ്ദത്തോടെ വയലപ്രയിലെ ദാമോദരന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താണത്. 18 കോൽ ആഴമുള്ള കിണറാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു താണത്. കിണറിടിഞ്ഞതോടുകൂടി വീട് അപകടാവസ്ഥയിലുമായി. കിണറിന്റെ ആൾമറ ഏതു നിമിഷവും തകർന്നു വീഴാറായ നിലയിലാണ്. കിണറിടിഞ്ഞത് പ്രദേശത്തുകാരെ ഏറെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. മാടായി വില്ലേജ് അധികൃതരും പരിയാരം പോലീസും സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടക്കാൽ ബണ്ട് പുനർനിർമ്മാണം ആരംഭിച്ചു.
ഫണ്ട് അനുവദിച്ചിട്ട് കാലങ്ങളായിട്ടും മുടങ്ങിക്കിടന്ന പ്രവൃത്തി നിരന്തര പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പുനരാരംഭിച്ചത്. ബണ്ടിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയിരുന്നു. മാടക്കാൽ ദ്വീപ് നിവാസികളുടെ ഏക യാത്രാമാർഗമായ മാടക്കാൽ ബണ്ടിന്റെ തകർച്ചയോടെ യാത്രാക്ലേശം അനുഭവിച്ചിരുന്ന ദ്വീപ് നിവാസികൾ ഏറെക്കാലമായി അധികാര ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രധാന ആവശ്യമായിരുന്നു ബണ്ടിന്റെ പുനർനിർമ്മാണം. നിരവധി തവണ നെറ്റ്വർക്ക് ന്യൂസ് പ്രസ്തുത പ്രശ്നം വാർത്തയിൽ പരാമർശിച്ചതുമായിരുന്നു. EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ നാട്ടുകാർ പണിത ബണ്ട് പുഴയുടെ ഒഴുക്ക് കൂടിയതിനെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക പ്രശ്നവും തുടർന്ന് പൈപ്പ് കൾവേട്ട് നിർമ്മിച്ച് ഒഴുക്ക് പുനഃസ്ഥാപിച്ചതോടെ താൽക്കാലിക പരിഹാരമായെങ്കിലും വീണ്ടും പൊട്ടിത്തകരുകയായിരുന്നു. തുടർന്ന് ബണ്ടിന്റെ പുനർനിർമ്മാണത്തിന് K കുഞ്ഞിരാമൻ MLA അനുവദിച്ച 35 ലക്ഷം രൂപ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാരൻ അധിക തുക ആവശ്യപ്പെട്ടതോടെ പ്രവൃത്തി വൈകുകയായിരുന്നു. അധിക തുക അനുവദിച്ചതോടെ പണി തുടങ്ങുമെന്ന് കരുതിയെങ്കിലും പ്രവൃത്തി നീണ്ടുപോയി. നിലവിൽ വിധാനത്തിൽ നിന്നും ഒരടി ഉയർത്തി സൈഡ് കെട്ടി കൈവരിയും കോൺക്രീറ്റ് റോഡിന് പുറമെ ഒരു പൈപ്പ് കൾവേട്ടും കൂടി ബണ്ടിൽ പണിത് 1 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത്. പൈനൂർ നെറ്റ്വർക്ക് ചാനൽ, അതുപോലെ ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ വന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെടുകയും നല്ല രീതിയിലുള്ള വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതുപോലെ MLA ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ഇടപെടലിൻ്റെ ഒക്കെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ പ്രവർത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഒരു പൈപ്പ് കൾവട്ടും കൂടി ഇതിൻ്റെ വടിയൊഴുക്ക് നമുക്കറിയാം ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ബണ്ട് നിർമ്മിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പൈപ്പ് കൾവട്ടും കൂടിയും ഇതിനു മുമ്പ് MLA ഫണ്ട് ഉപയോഗിച്ച് ഒന്ന് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഒന്നും കൂടി ഈ 35 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു പൈപ്പ് കൾവട്ടും കൂടി നിർമ്മിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ പഞ്ചായത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ അവസരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നന്ദി പറയാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രവൃത്തി ത്വരിതപ്പെടുത്തുവാൻ സഹായിച്ച മാധ്യമങ്ങൾക്ക് വലിയപറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നന്ദി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി ചെങ്ങലിൽ INTUC പ്രവർത്തകന്റെ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ചെങ്ങൽ കോവപ്പുറത്തെ കുനിമൽ സുഭാഷിന്റെ KL 13U 7458 നമ്പർ ബജാജ് ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്. വീടിനു സമീപം പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയുടെ വുഡ് ബ്ലേഡ് കൊണ്ട് നശിപ്പിച്ച നിലയിലും കുത്തിക്കേറിയ അവസ്ഥയിലുമായിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത്. സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് രാത്രികാലത്ത് ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള സാമൂഹ്യവിരുദ്ധരുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുനിമൽ സുഭാഷ് പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. ചെങ്ങലിൽ ഓട്ടോറിക്ഷ നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരുടെ നടപടിയിൽ സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. പ്രതിഷേധ സമരം ചന്ദ്രൻ മൂലക്കിയിൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങലിലെ ഓട്ടോ തൊഴിലാളി കുനിമൽ സുഭാഷിന്റെ ഓട്ടോ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധിച്ചാണ് പഴയങ്ങാടിയിൽ സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് ഓട്ടോ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ചന്ദ്രൻ മൂലക്കിൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബം വളർത്തുന്നതിന് വേണ്ടിയില്ല സാമൂഹ്യ ദ്രോഹികൾ നശിപ്പിക്കട്ടെ. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഇതിനോട് കൈമുട്ടുന്നത് വളരെ തൊഴിലാളികൾക്ക്. K മനോഹരൻ അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് മാടായി, K ഗോപാലകൃഷ്ണൻ, പാറയിൽ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈദ്യുതി സംഘടനകളുടെ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ തല വിശദീകരണ യോഗം പെരുമ്പയിൽ നടന്നു. KT പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഗുരുതരമായി പുറകോട്ടടിപ്പിക്കുന്ന ഒരു നയ സമീപനം എന്നുള്ള നിലക്ക് ആ സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങളിൽ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ എഴുത്തെറിയപ്പെട്ടു. പക്ഷേ ഇന്ത്യയിൽ അധികാരം കൈയാളിയ ഭരണവർഗം വൈദ്യുതി വിതരണ മേഖലയെ വിതരണം സപ്ലൈ എന്ന് രണ്ടായി വിഭജിച്ച് ഈ മേഖലയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനുള്ള വൈദ്യുതി ഭേദഗതി നിയമം 2014 വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ബിൽ പാർലമെന്റിലെത്തുന്ന ദിവസം രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് NCC EOE. പണിമുടക്കിന് മുന്നോടിയായി ഈ വിഷയങ്ങൾ പൊതുജനങ്ങളോട് വിശദീകരിക്കാനാണ് പെരുമ്പയിൽ ഡിവിഷൻ തല യോഗം ചേർന്നത്. വരും ദിവസങ്ങളിൽ തളിപ്പറമ്പിലും പിലാത്തറയിലും പയ്യന്നൂരിലും പന്തം കൊളുത്തി പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. KT പത്മനാഭൻ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. AV കുഞ്ഞിക്കണ്ണൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വിവിധ സംഘടനാ പ്രതിനിധികളായ EV പ്രഭാകരൻ, ജഗദീശൻ, AV രവീന്ദ്രൻ എന്നിവരും സംസാരിച്ചു. കരിവള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വളണ്ടിയർമാർക്കൊപ്പം പയ്യന്നൂർ മേഖലാ കല്ലുകെട്ട് തൊഴിലാളി സംഘം പ്രവർത്തകർ കൈകോർത്തു. കൂക്കാനം ചക്ലിയ കോളനിയിലെ രാഹുൽ രമേശ് എന്ന വിദ്യാർത്ഥിയുടെ വീടിന് ചുമരുകൾ ഉയർന്നു.
കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന തണലൊരുക്കം സഹപാഠിക്കൊരു വീട് പദ്ധതിയിലെ രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണ ജോലികൾ കൂക്കാനം ചക്ലിയ കോളനിയിൽ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച ഇടയ്ക്കിടെ പെയ്ത കനത്ത മഴയെപ്പോലും അവഗണിച്ചാണ് പയ്യന്നൂർ മേഖല കല്ലുകെട്ട് തൊഴിലാളി സംഘം പ്രവർത്തകരായ 10ഓളം വിദഗ്ധ കല്ലുകെട്ട് മേസ്ത്രിമാർ വീടിന്റെ ചുമർ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു നൽകിയത്. ഏറ്റവും അർഹരായവർക്ക് ഇത്തരത്തിൽ പിന്തുണ നൽകാൻ കഴിഞ്ഞതിൽ തികഞ്ഞ സന്തോഷമാണുള്ളതെന്നും ഇത്തരത്തിൽ തങ്ങൾ ശ്രമദാനമായി നിർമ്മാണ പ്രവൃത്തി ചെയ്തു കൊടുക്കുന്ന മൂന്നാമത്തെ വീടാണിതെന്നും കല്ലുകെട്ട് സംഘം ഭാരവാഹിയായ ബാബു പറഞ്ഞു. AV സ്മാരക സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും നമ്മുടെ കല്ലുകെട്ട് തൊഴിലാളി സംഘത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇനിയും നമ്മൾ ഇതുപോലുള്ള പദ്ധതികളുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഉള്ള കൽപ്പണിക്കാർ കൂടി കെട്ടുകാർ നമ്മളൊപ്പം സഹകരിക്കണം എന്നും കൂടി പറയാനുണ്ട്. സ്കൂളിലെ തന്നെ അനുഷ KC എന്ന വിദ്യാർത്ഥിനിക്ക് തണലൊരുക്കം പദ്ധതിയിൽ കഴിഞ്ഞ വർഷം സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. ഇതേ കോളനിയിലെ തന്നെ രാഹുൽ രമേശ് നന്ദന സഹോദരങ്ങൾക്കായാണ് AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTA ചേർന്ന് രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് തീർത്തും നിരാലംബരായ രാഹുൽ രമേശ് ഈ വിദ്യാലയത്തിലെ തന്നെ +1 വിദ്യാർത്ഥിയാണ്. സഹോദരി നന്ദന കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയും. ഇവരിപ്പോൾ അമ്മയുടെ ബന്ധുവിന്റെ കാരുണ്യത്തിലാണ് കഴിയുന്നത്. തീർത്തും അരക്ഷിതരും നിരാലംബരുമായ ഈ സഹോദരങ്ങൾക്ക് കിടപ്പാടമൊരുക്കി കൊടുക്കാനുള്ള ദൗത്യമാണ് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA ഏറ്റെടുത്തിരിക്കുന്നത്. വീടിന്റെ തറ നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലികൾ ഏറെയും നിർവഹിച്ചത് സ്കൂൾ NSS വളണ്ടിയർമാരാണ്. പ്രദേശത്തെ സന്നദ്ധ സംഘടനകൾ, ഉദാരമതികളായ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരൊക്കെ നിർമ്മാണ സാമഗ്രികൾ, ആവശ്യമായ സാമ്പത്തിക സഹായം എന്നിവയിലൂടെയും ശ്രമദാന പ്രവർത്തനത്തിലൂടെയും സർവാത്മന സഹകരിക്കുന്നതിനാലാണ് തണലൊരുക്കം പദ്ധതിയിൽ രണ്ടാമത്തെ വീട് നിർമ്മാണവും തടസ്സമേതും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് PTA പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണനും അധ്യാപകരും പറയുന്നു. നാട്ടിലെ ഉദാരമതികളായിട്ടുള്ള നിരവധി ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതീക്ഷിക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചപ്പോൾ, നാട്ടിലെ സന്നദ്ധ സംഘടനകളെ സമീപിച്ചപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. തുടർന്നും നല്ലവരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഈ നല്ല പ്രവർത്തനത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. വിദഗ്ധ തൊഴിലാളികൾക്കൊപ്പം ആദ്യവസാനം കൈമൈ മറന്ന് സ്കൂളിലെ NSS വളണ്ടിയർമാരും വീട് നിർമ്മാണ ജോലികളിൽ പങ്കാളികളായി. തീരെ പരിചയമില്ലാത്ത പണിയായിരുന്നെങ്കിലും തങ്ങളുടെ സഹപാഠിക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമായ ഈ വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുക്കാനായതിന്റെ ആഹ്ലാദവും അഭിമാനവും വാക്കുകളിൽ ഒതുങ്ങില്ലെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഉടലാകെ ചെളിപുരണ്ട് ഭാരം ചുമന്നപ്പോൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രയാസങ്ങളും ഒപ്പം അധ്വാനത്തിന്റെ മഹത്വവും അനുഭവത്തിലൂടെ തിരിച്ചറിയാനായതിന്റെ ആനന്ദത്തിലാണ് 50ഓളം വരുന്ന NSS വളണ്ടിയർമാർ. സ്കൂൾ പ്രിൻസിപ്പൽ P. അജിത, പ്രധാനാധ്യാപിക KR നിർമ്മല, PTA പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ, അധ്യാപകരായ MV രാധാകൃഷ്ണൻ, K. തമ്പാൻ നായർ, K. വിജയൻ, P. ചന്ദ്രൻ, ജയസൂര്യൻ, MV ധനേശൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ കൊങ്ങപ്പള്ളി കൃഷ്ണൻ, രവീന്ദ്രൻ കല്ലത്ത്, V. ഉണ്ണിക്കണ്ണൻ എന്നിവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യവസാനം സന്നിഹിതരായിരുന്നു. ഓഗസ്റ്റ് മാസത്തോടെ വീടിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്തായാലും നവംബർ മാസത്തോടെ തണലൊരുക്കം പദ്ധതിയിലെ ഈ രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് താക്കോൽദാനം നടത്താനാകും വിധത്തിലാണ് PTAയും തണലൊരുക്കം പദ്ധതിയുടെ അണിയറ പ്രവർത്തകരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹക്കിംവധം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം 70ാം ദിവസത്തിലേക്ക്. സമരസമിതി അംഗം T. വിശ്വനാഥന്റെ നിരാഹാരം ഒരാഴ്ച പിന്നിട്ടു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ ബുധനാഴ്ച രാവിലെ സമരപന്തലിലെത്തി സത്യഗ്രഹിക്ക് അഭിവാദ്യമർപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ, P. അപ്പുക്കുട്ടൻ, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് P. രവീന്ദ്രൻ, ശില്പി ഉണ്ണി കാനായി എന്നിവരും സമരപന്തൽ സന്ദർശിച്ചു. നിർധനനും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നയാളുമായ കുണ്ടയംകോവിലിലെ ചാലിൽ പടിഞ്ഞാറ് വീട്ടിൽ CP ബാബുവിന് തലചായ്ക്കാൻ ഒരിടമായി. CWUSA കാങ്കോൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ബാബുവിന് വീടൊരുങ്ങുന്നത്. ബാബുവിന് ഇനി മനസമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാം. കയറിക്കിടക്കാനൊരു വീടായി. നിർധനനും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നയാളുമായ ചാലിൽ പടിഞ്ഞാറേ വീട്ടിൽ ബാബുവിന് ഇത്രയും നാളും വീട് എന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഭാര്യയെയും മകനെയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയായിരുന്നു ബാബു. ഇവർക്കൊരാശ്വാസമായാണ് CWSA കാങ്കോൽ യൂണിറ്റ് കടന്നു വന്നത്. പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ചെറിയ തുക കൊണ്ട് വീടിൻ്റെ പണി പകുതി പൂർത്തിയാക്കിയിരുന്നു. നിർമ്മാണം നിലച്ചുപോയ വീടിൻ്റെ പണി
CWSA കാങ്കോൽ യൂണിറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. 20ഓളം പേരുടെ ശ്രമഫലമായാണ് ബുധനാഴ്ച വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തത്. CWSA കാങ്കോൽ യൂണിറ്റ് സെക്രട്ടറി OV മുരളീധരൻ, പ്രസിഡന്റ് P തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മളെല്ലാവരും ഓരോ കൂട്ടായ്മയോടുകൂടി ഇതുവരെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനൊരു പ്രതിഫലം പറ്റാതെ കണ്ട് അതിൻ്റെ ഏറ്റവും മുഖവിലക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രവിയേട്ടനാണ് ഇതിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചത്. പക്ഷേ നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി മുരളി, അതേപോലെ തന്നെ യൂണിറ്റ് പ്രസിഡന്റ് തമ്പാൻ, അതേപോലെ യൂണിറ്റ് കമ്മിറ്റി മെമ്പർ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതുവരെ ഈ പ്രവൃത്തി ചെയ്തത്. വീടിന്റെ മുഴുവൻ കോൺക്രീറ്റ് ജോലികളും CWSA തന്നെ പൂർത്തിയാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ഓണക്കുന്നിൽ കൂറ്റൻ തണൽമരം കടപുഴകി വീണു. പുലർച്ചെ റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് ഓണക്കുന്ന് പെരളം റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഓണക്കുന്ന് കരിവള്ളൂർ മേഖലയിൽ ദേശീയപാതയോരങ്ങളിൽ ഉൾപ്പെടെ കൂറ്റൻ തണൽമരങ്ങൾ പലതും കടുത്ത അപകട ഭീഷണിയിലാണ്. കാറ്റും മഴയും ശക്തിപ്പെട്ടാൽ ഇവയിൽ പലതും കൂറ്റൻ ശിഖരങ്ങൾ പൊട്ടിയോ കടയിളകിയോ നിലംപതിച്ചേക്കാവുന്ന നിലയിലാണ്. ഓണക്കുന്ന് പെരളം റോഡരികിൽ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒന്നിലധികം വൻമരങ്ങളുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ജനശക്തി വായനശാലയ്ക്ക് മുന്നിലെ തണൽമരം പൊട്ടി റോഡിന് കുറുകെ വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു. പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. വിവരമറിഞ്ഞ് പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് സേനാംഗങ്ങളെത്തിയാണ് റോഡിൽ നിന്നും മരം മുറിച്ചു നീക്കിയത്. സാധാരണഗതിയിൽ സ്കൂൾ കുട്ടികളുടെ സൈക്കിളുകളും മറ്റനവധി വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. മരം പൊട്ടി വീണത് നന്നേ പുലർച്ചെയായതിനാലാണ് വലിയ അപകടം ഒഴിവായത്. ഓണക്കുന്ന് ധന്യ ഓഡിറ്റോറിയത്തിന് മുന്നിലെ തണൽമരവും ഇത്തരത്തിൽ വലിയ അപകടാവസ്ഥയിലാണ്. ഈ കൂറ്റൻ തണൽമരത്തിന്റെ ചുവട്ടിലാണ് നിരവധി ടെമ്പോ വാനുകൾ പാർക്ക് ചെയ്യുന്നത്. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരളം കൊഴുമൽ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ സൈക്കിൾ നിർത്തിയിടുന്നതും ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവർ തങ്ങളുടെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഈ മരത്തിന് കീഴെ തന്നെയാണ്. പുത്തൂർ ഭാഗത്തേക്കുള്ള ഈ റോഡിൽ പകൽ മുഴുവൻ ആൾത്തിരക്കേറിയതിനാൽ മുൻകരുതൽ നടപടിയെടുത്തില്ലെങ്കിൽ എപ്പോഴും ഭാഗ്യം തുണച്ചുകൊള്ളണമെന്നില്ലെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. തെക്കേ തൃക്കരിപ്പൂർ ഒളവറ മുസ്ലിം കൾച്ചറൽ സെന്റർ UAE കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇസ്ലാമിക വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. പ്രമുഖ ഖുർആൻ പണ്ഡിതൻ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി അബുദാബി മുഖ്യ പ്രഭാഷണം നടത്തി. ഒരാൾക്ക് ഒരു തെറ്റുമായൊരു ഇത്തരം ഒരു വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ദീനിന്റെ ഫത്വ ചോദിക്കണം, ഒരു പണ്ഡിതനോട് വിഷയം അവതരിപ്പിക്കണം, അവരിൽ നിന്ന് സദുപദേശം സ്വീകരിച്ചേക്കണം. വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെയാണ്. ഇസ്ലാമിൽ കുംഭസാരമില്ലെന്നാണ്. കുംഭസരിക്കേണ്ട ഒരു കാര്യമില്ല. ഒരാളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ തെറ്റേറ്റു പറയേണ്ടതില്ല. ഏറ്റു പറഞ്ഞോ അള്ളാഹുവിന്റെ മുമ്പിൽ, ഇത്രയേ ആവശ്യമുള്ളൂ. തിന്മയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ കൂടിയാലോചന അത്യാവശ്യമാണെന്നും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതെ അറിവുള്ളവരുമായി കൂടിയാലോചിക്കണമെന്നും പ്രമുഖ പണ്ഡിതൻ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി അബുദാബി ഒളവറയിൽ പറഞ്ഞു. ഒളവറ ജുമാ മസ്ജിദിന് സമീപം ഒരുക്കിയ M അബ്ദുറഹ്മാൻ നഗറിൽ സ്ത്രീകളടക്കമുള്ള വഞ്ചനാവലിയെ അഭിസംബോധന ചെയ്ത് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന് മുമ്പിലുള്ള കുംഭസാരം മരുതെന്നും ദൈവത്തോട് മാത്രമേ എല്ലാം ഏറ്റുപറയേണ്ടതുള്ളൂവെന്നും ഹുദവി കൂട്ടിച്ചേർത്തു. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ സദസ്സ് നിറഞ്ഞു കവിഞ്ഞതോടെ ഇസ്ലാമിക വിജ്ഞാന സദസ്സ് ചരിത്ര സംഭവമായി. OMCC പ്രസിഡന്റ് M അഷ്റഫിന്റെ അധ്യക്ഷതയിൽ സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നങ്കൈ വിജ്ഞാന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. AGC ബഷീർ, VK ബാവ, സത്താർ വടക്കുംപാട്, ജുനൈദ് യമാനി, MAC കുഞ്ഞബ്ദുള്ള ഹാജി, AP ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാസിം കൗവായി സ്വാഗതവും സുഹൈർ ഒളവറ നന്ദിയും പറഞ്ഞു. ഇനി കാണാം നാട്ടുപച്ച. നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന വൃക്ഷ സുഗന്ധ വിളയാണ് സർവ്വസുഗന്ധി. പേരുപോലെ തന്നെയാണ് ഈ വിളയുടെ ഗുണവും. സർവസുഗന്ധിയെ സസ്യശാസ്ത്രത്തിൽ പറയുന്നത് പിമെന്റ ഡയോയിക്ക എന്നാണ്. ജാതി, ഗ്രാമ്പു, കറുവപ്പട്ട, കുരുമുളക് എന്നിങ്ങനെ ഒട്ടുമിക്ക സുഗന്ധവിളകളുടെയും സമ്മിശ്രഗന്ധവും ഗുണമേന്മയും ഒത്തിണങ്ങിയതാണ് സർവസുഗന്ധി. ആൺചെടിയും പെൺചെടിയുമുണ്ട്. ആൺചെടിയിൽ കായ്കൾ ഉണ്ടാകാറില്ല. ഇതിന്റെ ഇല പറിച്ചെടുത്ത് ബിരിയാണിയിൽ ചേർക്കാറുണ്ട്. പെൺമരങ്ങൾ 7 വർഷമായാൽ പുഷ്പിച്ച് കായ് പിടിക്കും. 2 കുരുമുളക് മണികൾ ചേർന്നത്ര വലിപ്പമാണിതിന്റെ കായകൾക്ക് ഉള്ളത്. ഇവ പഴുക്കുന്നതിന് മുൻപ് പറിച്ചുണക്കി ഉപയോഗിക്കാം. വെസ്റ്റ് ഇൻഡീസ്, മധ്യ അമേരിക്കൻ പ്രദേശങ്ങളാണിതിന്റെ ജന്മസ്ഥലം. ഇന്ത്യയിൽ സർവ്വസുഗന്ധി ചെടി ആദ്യം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. സർവ്വസുഗന്ധിക്ക് നല്ല വ്യാവസായിക പ്രാധാന്യവും ഔഷധ പോഷക ഗുണവുമുണ്ട്. ഇല, കുരു എന്നിവയിൽ നിന്ന് സുഗന്ധ തൈലം വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഒരു വീട്ടുപറമ്പിൽ ഒരു മരമെങ്കിലും നടാൻ ഓരോരുത്തരും ഇപ്പോൾ ശ്രമിച്ചു വരുന്നു.
നാട്ടുരുചികളുമായി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂൾ സാംസ്കാരിക വേദിയുടെയും ഭൂമിത്ര സേനയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് നാട്ടുരുചി മേള സംഘടിപ്പിച്ചത്. ബർഗറും ചിക്കൻ റോളും പിസ്സയും പ്രിയമാക്കി മാറ്റിയ പുതിയ തലമുറയുടെ ഇടയിലേക്ക് നാടൻ രുചിക്കൂട്ടുകളുമായി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. പുതിയ തലമുറയ്ക്ക് അന്യമായി തുടങ്ങിയ നാടൻ ഇലക്കറികൾ ഉപയോഗിച്ചാണ് കറികൾ ഒരുക്കിയത്. 100ഓളം നാട്ടുഭക്ഷ്യ വിഭവങ്ങൾ ഇവർ തയ്യാറാക്കിയിരുന്നു. നാട്ടുരുചി മേളയുടെ ഉദ്ഘാടനം ജൈവകൃഷി പ്രകൃതിജീവന പ്രചാരകൻ ആലക്കാട് കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക CI വത്സല, അഡ്വക്കേറ്റ് KP രമേശൻ, C വിജയൻ, പ്രഭാകരൻ മാസ്റ്റർ, സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിന് സമീപം റോഡരികിലെ കൂറ്റൻ മരത്തിന്റെ ശിഖരങ്ങൾ ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന നിലയിൽ. അപകട ഭീഷണിയെ തുടർന്ന് മരത്തിന്റെ ശിഖരങ്ങൾ ഉടൻ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിന് സമീപത്തെ മെയിൻ റോഡിനരികിലെ തണൽ മരങ്ങളിലെ ശിഖരങ്ങളാണ് ഉണങ്ങി ദ്രവിച്ച് ഏതു നിമിഷവും പൊട്ടി വീഴാമെന്ന നിലയിലായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനത്തിരക്കേറിയ റോഡിലാണ് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മരത്തിന്റെ താഴെ ഓട്ടോ പാർക്കിങ്ങും കാർ പാർക്കിങ്ങും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആശുപത്രിയും സമീപത്താണുള്ളത്. ഒരാഴ്ച മുമ്പ് ടൗണിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന വേളയിൽ ഇവിടുത്തെ മരം മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വൻ ദുരന്തത്തിന് കാത്തിരിക്കാതെ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ചെറുകുന്ന് പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിൽ റംസാൻ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മാടായി AEO P നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മൊത്തം 20 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു കുട്ടിയെ വളർത്തി ഈ സമൂഹത്തിലെ ഒരു പൗരനാക്കി മാറ്റുക. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന പിടിച്ച ഒരു കാര്യമാണ്. കുട്ടികളിൽ സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഏറെ ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് PV സജിത്ത് അധ്യക്ഷനായി. ജോൺസൺ ലാസർ, K ക്രിസ്റ്റീന, ടോം പ്രസാദ്, ഷൈനി PT, TK മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കളുടെ കൂട്ടായ്മയിൽ ഭക്ഷണ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇനി മാറ്റൊലി. പുരുഷന്മാരുടെ വിവാഹപ്രായം 18 കേന്ദ്ര സർക്കാർ ആലോചന. പ്രതികരണങ്ങളിലേക്ക്. അതായത് ഈ എന്താ പറയേണ്ടത്, കുടുംബപരമായിട്ടുള്ള കുട്ടികളും പ്രയാസങ്ങളും ഒരു 18 വയസ്സുകാരന് 25 വയസ്സാകുമ്പോഴേക്കും ഒരു അച്ഛനും 30 വയസ്സ് 35 വയസ്സാകുമ്പോഴേക്കും അച്ഛനും ആവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. അത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തം 35 വയസ്സിന് മുമ്പായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതും സമൂഹത്തിന് വേണ്ടി അയാൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതുമാണ് അതിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം. 18 വയസ്സ് എന്ന തീരുമാനം ഒരു ശരിയായ തീരുമാനമാണ് എന്ന അഭിപ്രായമില്ല. കാരണം ഈ കല്യാണം കഴിക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ഒരു 21 വയസ്സെങ്കിലും ആവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഇപ്പോൾ 18 പറഞ്ഞിട്ടുണ്ട്, അത് 18 നിർത്താം. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് 18 വയസ്സ് എന്നത് വളരെ കുറവാണ്. അത് അവരുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലൊക്കെ ഒരു നല്ല പ്രതികരണമല്ല ഉണ്ടാക്കുക. നമ്മുടെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ശൈശവ വിവാഹങ്ങളുടെ ഒഴിവാക്കൽ, അതുപോലെ ഇസ്ലാം മതം ഹൈന്ദവ മതത്തിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടുള്ള ഒരുപാട് പ്രാകൃതമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം എത്രയും നവോത്ഥാന മുന്നോട്ടങ്ങളെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ഒരു സമിതി റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതൽ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ വിവാദമായേക്കാവുന്നൊരു വിഷയമാണ്. അത് പുരുഷന്മാർ 18 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഒരു പക്വത വരാത്തൊരു കാലമാണ്. പക്വത വരണമെങ്കിൽ പിന്നെയും ഒരു 21, പണ്ട് കാലങ്ങളിൽ 21 വയസ്സായിരുന്നു. ആ കാലഘട്ടത്തിൽ 21 വയസ്സിൽ കല്യാണം കഴിച്ചവരുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതല്ലാതെ 18 വയസ്സ് പുരുഷന്മാർക്ക് ആക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക? 21 വയസ്സെങ്കിലും ആവണം ചുരുക്കി പറയാമെന്ന് വെച്ചാൽ. 18 വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയായില്ല, പക്വത വന്നിട്ടില്ല, കുടുംബത്തിൻ്റെ ഒരു ഭാരം അറിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ 18 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് പക്വത വന്നിട്ട് കല്യാണം കഴിച്ചാൽ പോലെ എന്തിനാണ് തിരക്കാക്കുന്നത്? പിന്നെ സ്ത്രീകൾക്ക് 18 വയസ്സ് അംഗീകരിക്കാം. ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വലിയ വയസ്സായിട്ടാണ് പിന്നെ കല്യാണം കഴിക്കാനുള്ളതായ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും അത്
അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിന് അത് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് പറയാൻ. ഇന്ന് 40, 45, 50 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ്. അപ്പോൾ ഈ 18 വയസ്സിൽ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ കുട്ടിയെ വിവാഹമെങ്കിലും കാണാനുള്ളൊരു ഭാഗ്യം ആ രക്ഷിതാവിനുണ്ടാവും. 21-18 ആക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു യോജിപ്പുമില്ല. കാരണം ഒരു പഠനം കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് എത്തിയിട്ട് വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ 21-ന് ശേഷം 21-ൽ പോലും അത്ര യോജിച്ചാണ് തോന്നുന്നില്ല. പക്ഷേ 21 നിയമപരമായി നിലനിൽക്കുന്നതോടൊപ്പം ഒരു ജോലിയൊക്കെ ആകുന്നത് ഒരിക്കലും 21 വയസ്സിലാവുകയില്ല. അതുകൊണ്ട് എനിക്കതിനോട് യോജിപ്പില്ല. സ്ത്രീക്കും പുരുഷനും വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സാണെന്നിരിക്കെ അവർക്ക് വിവാഹപ്രായവും 18 വയസ്സ് തന്നെ ആക്കണമെന്ന് പറയുന്നതിനോട് കാര്യമായ രീതിയിൽ അഭിപ്രായമൊന്നുമില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സ് എന്നതിൽ നിന്നും അവരുടെ വിദ്യാഭ്യാസവും മറ്റ് സാമൂഹിക രാഷ്ട്രീയ ജീവിതവും കണക്കിലെടുത്തുകൊണ്ട് 18 എന്നതിൽ നിന്ന് ഉയർത്തി 21-ലേക്ക് ആക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് പുരുഷന്മാരുടെ വിവാഹ പ്രായപരിധി 18 വയസ്സാക്കുന്നത് സ്ത്രീകളുടെ മറ്റ് ജീവിത ഇടപെടലുകൾക്ക് ഒരു തടസ്സമായി വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അതേ രീതിയിൽ തന്നെ നടപ്പിലാവും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. പിന്നെ ആ ഒറ്റ വിഷയത്തെ മാത്രമാണ് കാണുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പക്വതയുടെ വിഷയം പറഞ്ഞ് 21 ആക്കണമെന്ന് പറയുന്നവർ സത്യത്തിൽ 25 ആക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്നത്തെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളും ആയാലും സാമൂഹികമായ ഒരു പക്വതയുടെ കാര്യമായാലൊക്കെ 25 വയസ്സിന് മാത്രമേ ഒരു പൂർത്തിയാവുന്നുള്ളൂ. ഒരു യുവാവ് എന്നുള്ള അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവൊക്കെ വരുന്നത് പലപ്പോഴും 25 വയസ്സൊക്കെ ആയിട്ടാണ്. പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെ 21 വയസ്സിലൊക്കെ ചില മേഖലകൾ തിരഞ്ഞെടുക്കുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതല്ലായിരുന്നു എൻ്റെ മേഖല വേറെ ഒന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ പക്വതയൊക്കെ നേടുന്ന ഒരു പ്രായം 25 ആകുമ്പോഴേക്കും അവർ ഓൾറെഡി ഒരു വിവാഹബന്ധത്തിലൊക്കെ ചെന്ന് ചേരുകയും പിന്നെ അവർക്ക് ആ പഠിച്ചു വന്നത് തന്നെ തുടർന്ന് പോകേണ്ടി വരികയും അങ്ങനെ പലരും അവരുടെ ഇഷ്ടമല്ലാത്ത മേഖലകളിൽ തൊഴിലെടുക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നത് ഈ ഒരു കുടുംബം എന്നുള്ളൊരു സംഭവം കൊണ്ട് കൊടുക്കുന്നൊരു ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുന്ന കുറേ ബാധ്യതകളുടെ ഭാഗമായിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും വിവാഹം 25 വയസ്സാക്കണം നമ്മൾ പറയും. ഇനി അറിയിപ്പുകൾ. കലാവേദി ചെറുമൂലയുടെയും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂലൈ 26 ഞായറാഴ്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പിനോട് അനുബന്ധിച്ച് പുത്തൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ശുദ്ധജല വിതരണത്തിനായി വാട്ടർ ടാങ്ക് നൽകുന്നു. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9745597966 9745038738 എന്നീ നമ്പറുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുക. SHM പദ്ധതി പ്രകാരം കരിവള്ളൂർ കൃഷിഭവനിൽ നിന്നും ജൂലൈ 24-ന് ടിഷ്യൂ കൾച്ചർ വാഴ വിതരണം ചെയ്യുന്നു. നികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ കോപ്പിയും നിശ്ചിത അപേക്ഷ ഫോറം സഹിതം കൃഷി ഓഫീസിൽ എത്തി നടീൽ വസ്തുക്കൾ കൈപ്പറ്റേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. പയ്യന്നൂർ മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം ജൂലൈ 24-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കണ്ടോത്ത് ദുബായ് പാലസിൽ വെച്ച് നടത്തുന്നു. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കവായി കാലിക്കടപ്പുറം സ്വദേശി EK നിയാസാണ് കവായി കായലിൽ കുളിക്കാനിറങ്ങവേ ഒഴുക്കിൽപ്പെട്ടത്. സംഭവം ബുധനാഴ്ച വൈകുന്നേരം 7 മണിയോടെ. പയ്യന്നൂർ ടൗണിലെ റോഡ് തകർന്ന് ഗതാഗതം താറുമാറായി. ഗതാഗതം പ്രതിസന്ധിയിലായതോടെ സിഗ്നൽ സംവിധാനവും നഗരസഭ തത്കാലത്തേക്ക് നിർത്തിവച്ചു. പഴയങ്ങാടി വയലപ്രയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വയലപ്രയിലെ ഇടക്കേത്ത് വളപ്പിൽ ദാമോദരന്റെ കിണറാണ് ബുധനാഴ്ച പുലർച്ചെ ഇടിഞ്ഞത്. പഴയങ്ങാടി ചെങ്ങലിൽ INTUC പ്രവർത്തകന്റെ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ചെങ്ങൽ കൊവ്വപ്പുറത്തെ കുനിമ്മൽ സുഭാഷിന്റെ ഓട്ടോയാണ് നശിപ്പിച്ചത്. സാമൂഹ്യ വിരുദ്ധരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും. മാടക്കാൽ ബണ്ട് പുനർനിർമ്മാണം ആരംഭിച്ചു. ഫണ്ട് അനുവദിച്ചിട്ട് കാലങ്ങളായിട്ടും മുടങ്ങിക്കിടന്ന പ്രവൃത്തി നിരന്തര പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പുനരാരംഭിച്ചത്. കരിവള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വളണ്ടിയർമാർക്കൊപ്പം പയ്യന്നൂർ മേഖലാ കല്ലുകെട്ട് തൊഴിലാളി സംഘം CITU പ്രവർത്തകർ കൈകോർത്തു. പൂക്കാനം ചക്ലിയ കോളനിയിലെ രാഹുൽ രമേശ് എന്ന വിദ്യാർത്ഥിയുടെ വീടിന് ചുമരുകൾ ഉയർന്നു. വൈദ്യുതി സംഘടനകളുടെ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ തല വിശദീകരണ യോഗം പെരുമ്പയിൽ KT പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.